അവസാന ഷോട്ട് ഗോൾ കീപ്പർ വിദ്യാ ശർമ്മ തടഞ്ഞിട്ടു കഴിഞ്ഞു. ടീം അംഗങ്ങൾ ഒന്നടങ്കം വിദ്യയുടെ നേർക്ക് ഓടിയെടുക്കുന്നു. ആ ഗ്രൗണ്ടിൻ്റെ ഒരു അരികിൽ കോച്ച് കബീർ ഖാൻ നിൽക്കുകയാണ്. കണ്ണ് നിറച്ചുകൊണ്ട് അയാൾ ഉയർന്നു പാറുന്ന ത്രിവർണ്ണ പതാകയുടെ നേർക്ക് നോക്കുന്നൊരു നോട്ടമുണ്ട്. എഴുതിത്തള്ളപ്പെട്ടൊരു ടീമിൻ്റെ, വെറുക്കപ്പെട്ടൊരു ക്യാപ്റ്റൻ്റെ തിരിച്ചുവരവാണിത്. ഒരു വാക്ക് പോലും പറയാതെ കണ്ണുകൊണ്ട് മാത്രം കാണിച്ചു തരുന്നുണ്ട് ഷാറൂഖ് ഖാൻ അവിടെ. അതും അങ്ങനൊരു തിരിച്ചുവരവിൻ്റെ കഥയാണ്. ഒരാളുടെയല്ല, ഒന്നിലേറെ പേരുടെ. ഏതാനും നാളുകൾക്ക് മുമ്പ് ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം അവരുടെ യാത്ര തുടങ്ങിയപ്പോൾ അധികമാരും ശ്രദ്ധിച്ചു പോലും കാണില്ല. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് പോലും ഉണ്ടായിട്ടും തങ്ങൾ എവിടെയുണ്ടെന്ന് വിളിച്ചു പറയാൻ തുല്യവേതനം ഇവർക്കൊക്കെ നൽകണമെന്ന് സംശയിച്ചവർക്ക് ഉത്തരം നൽകാൻ, ഞങ്ങളും കളിക്കുന്നത് പ്രൊഫഷണൽ ക്രിക്കറ്റാണെന്ന് അടിവറയിട്ട് പറയാൻ അവർക്ക് ഓസ്ട്രേലിയക്കെതിരെ അസാധ്യമായൊരു ചേസ് വേണ്ടി വന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ റിഡപ്ഷനാണിത്. പ്രതികാരവാലിന് പരിക്ക് പറ്റിയത് കൊണ്ട് മാത്രം ടീമിലെത്തിയ ഷെഫാലി വർമ്മ സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റ് കൊണ്ട് വിജയിക്കാതെ വന്നപ്പോൾ ആ തീരുമാനം ചോദ്യം ചെയ്ത് കാണും. ഫൈനലിൽ ഇന്ത്യക്ക് ബാറ്റ് കൊണ്ട് ഒരു നല്ല സ്റ്റാർട്ട് നൽകിയത് മാത്രമല്ല ഷെഫാലിയുടെ ഇന്നത്തെ മികവ്. സൗത്ത് ആഫ്രിക്ക വലിയ പ്രയാസങ്ങളില്ലാതെ മുന്നേറിയ സമയത്ത് ക്യാപ്റ്റൻ ഹർമൻപ്രീത് പന്ത് കൈമാറിയത് ഒരേയൊരു ഏകദിന വിക്കറ്റ് മാത്രമുണ്ടായിരുന്ന ഷെഫാലിക്കായിരുന്നു. പാർട്ട്ണർഷിപ്പ് അവസാനിപ്പിച്ചത് മാത്രമല്ല, നിലയുറപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ സാധ്യതകൾ ഇല്ലാതാക്കുമായിരുന്ന മാരിസൺ ക്യാപ്പിൻ്റെ വിക്കറ്റ് കൂടിയെടുക്കുന്നുണ്ട് ഷെഫാലി. ജമൈമയുടെ കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. ഓസ്ട്രേലിയയുടെ റൺമല കയറി ഇന്ത്യയുടെ ഫൈനൽ ഉറപ്പുവരുത്തിയത് മാത്രമല്ല, ആ ദിവസത്തെ ജമൈമയുടെ ഫീൽഡിലെ പ്രകടനവും ബ്രില്യൻ്റ് ആയിരുന്നു. ക്യാപ്റ്റൻ ഇന്നിങ്സ് സെമി ഫൈനലിൽ കളിച്ച വിമർശനങ്ങൾക്ക് മറുപടി നൽകിയ ഹർമൻപ്രീത് കൗർ. തിരിച്ചുവരവിൻ്റെ കഥ തന്നെയാണ് പറയാനുള്ളത്. ബാറ്റ് കൊണ്ട് ഇന്ത്യൻ സ്കോർ 300-നടുത്ത് എത്തിക്കുന്നതിൽ ചെറുതല്ലാത്ത പങ്ക് വഹിച്ച ദീപ്തി തന്നെയാണ് ടൂർണമെൻറ്റിലെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ. റൺ കണ്ടെത്തുന്നില്ല എന്ന് ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ ഫൈനലിൽ അതിനും ഉത്തരം കൊടുത്തിട്ടുണ്ട് ദീപ്തി ശർമ്മ. സ്കോർ റേറ്റ് കുറയുന്നുവെന്ന് തോന്നിയ മാച്ചുകളിൽ പലതിലും കൃത്യസമയത്ത് പന്ത് ഗാലറിയിൽ എത്തിച്ച ഫൈനലിലും അതിലൊരു മാറ്റം വരുത്താത്ത റിച്ച ഘോഷ്. റൺ സ്കോറർമാരിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്മൃതി മന്ദാന. പരിക്ക് പറ്റുന്നതിന് മുമ്പ് വരെ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച പ്രതികാരവാൽ മുതൽ ഇങ്ങോട്ടെല്ലാവരും ഗ്രൗണ്ടിൽ ഒത്തൊരുമയോടെ പെർഫോം ചെയ്ത് നേടിയതാണ് ഈ വിജയം. ഓസീസിനെതിരെയുള്ള വിജയം ഭാഗ്യം കൊണ്ട് കിട്ടിയ ഒന്നല്ലെന്ന് തെളിയിച്ച ദിവസമാണിന്ന്. തോൽവി അറിയാതിരുന്ന ഓസീസിനെ സെമിയിലും തങ്ങളെ തോൽപ്പിച്ച സൗത്ത് ആഫ്രിക്കയെ ഫൈനലിലും തോൽപ്പിച്ച് ആധികാരിക ജയം തന്നെയാണിത്. അവഗണനകൾ സഹിച്ച് ഇന്ത്യ സ്വന്തമാക്കിയെടുക്കുന്ന 1983 ലോകകപ്പുണ്ട്. ഒരു രാജ്യത്തെ ഒന്നാകെ ഇൻസ്പയർ ചെയ്ത് ക്രിക്കറ്റ് ലോകത്തെ രാജാവാക്കിയ 83 ലോകകപ്പും കപിൽ ദേവിൻ്റെ ഇന്നിങ്സും ഇന്നും വായ്ത്തുപാട്ടുകളായി അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. 83 പുരുഷ ടീമിൻ്റെ അവസ്ഥയല്ല ഇന്നത്തെ വനിതാ ടീമിനെങ്കിലും ടാലൻറ്റിൻ്റെയും പ്രൊഫഷണലത്തിൻ്റെയും കാര്യത്തിൽ സീന ടീമുകളോട് കിടപിടിക്കാനാവാതെ പുറത്താക്കപ്പെട്ട ഒരു ടീമായിരുന്നു ഇന്ത്യൻ വനിതാ ടീം. ഒടുവിൽ വനിതാ ടീമിൻ്റെ 83 മൊമെൻ്റ് വന്നിരിക്കുന്നു. കപിൽ ദേവിൻ്റെ ഇന്നിങ്സ് പോലെ എന്നും ഓർമ്മിപ്പിക്കാൻ ജമീമയുടെ ഇന്നിങ്സ് ഓഫ് ദി ലൈഫ് ടൈം സെമി ഫൈനലിൽ നേടിയിരിക്കുന്നു. ഒടുവിൽ അനേകായിരം പെൺകുട്ടികളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ലോകകപ്പ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. പുതിയൊരു യുഗം ആരംഭിക്കുകയാണ്. ഈ വിജയത്തിന് വലിയൊരു കയ്യടി അറിയിക്കുന്നത് നമ്മുടെ നായകൻ തന്നെയാണ്. 2012 T20 ലോകകപ്പ് നടക്കുമ്പോൾ മിതാലി രാജിന് പരിക്ക് പറ്റിയപ്പോഴാണ് നിങ്ങൾ ആദ്യമായി നായകനാകുന്നത്. പിന്നീട് T20യിൽ നിങ്ങൾ നായകനായി. 2017 ODI ലോകകപ്പിൽ ഓസ്ട്രേലിയയെ 171 റൺസ് നേടിക്കൊണ്ട് നിങ്ങൾ തോൽപ്പിച്ചു. എന്നാൽ ഫൈനലിൽ മിതാലിയുടെ നേതൃത്വത്തിലിറങ്ങിയ ഇന്ത്യൻ പട മുട്ടുകുത്തിയപ്പോൾ നിങ്ങൾ കരഞ്ഞു. പിന്നീട് ODI വൈസ് ക്യാപ്റ്റനും സ്ഥാനവും നിങ്ങളുടെ കൈകളിലേക്കെത്തി. പതിയെ നിങ്ങൾ ക്യാപ്റ്റനുമായി. അങ്ങനെ നിങ്ങൾ ആദ്യമായി 2025 ഇന്ത്യൻ ടീമിൻ്റെ നായകനായി വന്നു. തോൽവികളിൽ കാലിടറിയപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ടീമിനെ ചേർത്ത് നിർത്തുകയായിരുന്നു. സെമിയിൽ ഓസ്ട്രേലിയയോട് 339 ചേസ് ചെയ്ത് ജയിക്കുമ്പോൾ നിങ്ങളുടെ 80 റൺസ് അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റായി മാറിയിരിക്കുന്നു.
അവസാനം ഫൈനലിൽ നിങ്ങൾ നയിച്ച പെൺപട വിജയ കിരീടം ചൂടിയപ്പോൾ ഐതിഹാസികതയാണ് നിങ്ങളെ ഉണരുന്നത്. പ്രിയപ്പെട്ട അർമൻ, നിങ്ങളിപ്പോൾ കയറിയിരിക്കുന്നത് 3 ഇതിഹാസങ്ങൾ വാഴുന്ന ഒരു ലിസ്റ്റിലേക്കാണ്. 83 ലോകകപ്പ് നേടിത്തന്ന കപിൽ, 11 ലോകകപ്പും 7 T20 ലോകകപ്പും നേടിത്തന്ന MS ധോണി, 24 T20 ലോകകപ്പ് നേടിത്തന്ന രോഹിത്. അവരുടെ ഒപ്പം അല്ലെങ്കിൽ അവരുടെ മുകളിൽ ഇന്ത്യയുടെ ഇതിഹാസ ക്യാപ്റ്റനായി ഹർമൻപ്രീത് കൗർ എന്ന പേരും കൊത്തിവെക്കപ്പെടും. അതിൽ തന്നെ ധോണിയും കപിലും ഉൾപ്പെടുന്ന എലൈറ്റ് ലിസ്റ്റിലേക്കും നിങ്ങൾ ചേർക്കപ്പെടും. പണ്ട് മിതാലി രാജ് എന്ന ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റിൻ്റെ വക്താവ് ഒരു സ്വപ്നം കണ്ടിരുന്നു. ലോകകപ്പിൻ്റെ നെറുകയിൽ നിൽക്കുന്ന ഇന്ത്യൻ സ്ത്രീകളുടെ ഒരു ചിത്രം. കഴിയാവുന്നതിലും അപ്പുറം ചെയ്തു നോക്കിയെങ്കിലും അയാൾക്കതിന് കഴിഞ്ഞില്ലായിരുന്നു. പക്ഷേ മിതാലിക്ക് വേണ്ടി നിങ്ങളത് നേടിക്കൊടുത്തിരിക്കുന്നു. ഇന്ത്യയിൽ ജീവിക്കുന്ന തൻ്റെ സ്വതന്ത്രങ്ങളെക്കുറിച്ച് പോലും അറിയാത്ത ചെറിയൊരു പക്ഷം സ്ത്രീകളുടെ ശബ്ദമായി നിങ്ങളുടെ ടീം മാറിയിരിക്കുന്നു. സംശയിക്കേണ്ട, ഈ പെൺകുട്ടികൾ അർഹിച്ചതായിരുന്നു ഈ ലോകകപ്പ്. ഗ്രൗണ്ടിൽ എതിരാളികളോടും പുറമെ തങ്ങൾക്ക് പ്രതികൂലമായി മാത്രം നിന്ന സാഹചര്യങ്ങളോടും പൊരുതി തന്നെ നേടിയ വിജയമാണിത്. തങ്ങളെ എഴുതിത്തള്ളിയവർക്കും നിർദ്ദയം പരിഹസിച്ചവർക്കും നൽകിയ മധുരമുള്ള മറുപടിയാണിത്. പുരുഷ ടീം തോൽക്കുമ്പോൾ ടീമിൻ്റെ തന്ത്രങ്ങളും ടീം സെലക്ഷനുമൊക്കെയാണ് വിമർശകർ വിമർശിക്കാറുള്ളത്. എന്നാൽ വനിതാ ടീം പരാജയപ്പെടുമ്പോൾ വനിതകൾക്ക് നേരെയുള്ള പുച്ഛം കലർന്ന പരിഹാസങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. ഈ ലോകകപ്പിൽ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടപ്പോഴും വളരെ ടോക്സിക്കായിട്ടുള്ള അധിക്ഷേപങ്ങളാണ് അവർ നേരിട്ടത്. ക്രിക്കറ്റ് നിങ്ങൾക്ക് പറ്റിയ ജോലിയിൽ നിന്നും അടുക്കളയിലേക്ക് മടങ്ങിപ്പോവാനും വനിതാ ടീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പാഴ്വേലയാണെന്നുള്ള ട്രോളുകൾ വരുന്നത് കടുത്ത സ്ത്രീവിരുദ്ധയിൽ നിന്ന് തന്നെയായിരുന്നു. തുടർച്ചയായ 3 പരാജയങ്ങളിൽ അടിപതറാതവർ തിരികെ വന്നു. സെമിയിൽ കരുത്തരായ ഓസീസിനെ വീഴ്ത്തി. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും പ്രധാനപ്പെട്ട കളിക്കാർ നിർണായക സന്ദർഭങ്ങളിൽ തങ്ങളുടേതായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്നപ്പോൾ ഫീൽഡിൽ അവർ 11 പേരും ഒറ്റക്കെട്ടായിട്ടാണ് പൊരുതിയത്. അവർക്ക് ജയിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. തലമുറകളെ പ്രചോദിപ്പിക്കാൻ പോകുന്ന ഒരു ചരിത്ര വിജയമാണിത്. എന്നേക്കുമായി ഓർമ്മിപ്പിക്കാവുന്ന ഒരു ചരിത്ര വിജയം.